ക്ഷമിച്ചതിന്റെ പേരിൽ എപ്പോഴാ ക്ഷമിക്കാന്നറിയോ? കൂട്ടുകാര് മുഴുവനും അത് ചെയ്യുമ്പോ അത് ചെയ്യാതെ പിടിച്ചു നിൽക്കണമെങ്കിൽ ക്ഷമ വേണ്ടി വരും. കൂട്ടുകാരികൾ മുഴുവനും തലയിലെ സ്കാഫ് ഊരുമ്പോ ഊരിക്കളഞ്ഞ് മുടി കാണിച്ച് നടക്കുമ്പോ ഒരു പെണ്ണ് മാത്രം ഹിജാബ് ഇട്ട് നടക്കുമ്പോൾ അവൾക്ക് നല്ല ക്ഷമ വേണ്ടി വരും. കൂട്ടുകാര് മുഴുവനും ഗേൾഫ്രണ്ടുമായി നടക്കുമ്പോ എനിക്കതില്ല എന്ന് പറയുമ്പോ നീ മറ്റേതെങ്കിലും ജാതിയാണോ എന്ന് ചോദിക്കുന്നവരുണ്ട് ഇന്ന്. ഒരു പെൺകുട്ടിക്കൊരു ഗേൾഫ്രണ്ട് ഇല്ല എന്ന് പറയുമ്പോ നീ മറ്റേതെങ്കിലുമാണോ, സ്വർഗഭോഗിയാണോ എന്ന് ചോദിക്കുന്ന പെൺകുട്ടികളുണ്ട്. എത്ര വലിയ ദുരന്തമാണ് രാജ്യത്തിന്, നാടിൽ, നമ്മുടെ ചിന്തകളിൽ വരുന്ന ഈ മാറ്റങ്ങൾ നമ്മുടെ ഈമാനിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈമാനിന്റെ മതിൽ വന്ന് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രക്ക് കടുത്ത ഈമാനുള്ളവർക്ക് മാത്രം പിടിച്ചു നിൽക്കാൻ കഴിയുന്ന കാലം തങ്ങൾ പറയുമായിരുന്നു, അജ്റുൽ ആമിലി ഫീഹിം കഅജ്രി 50. ആ കാലഘട്ടത്തിൽ അമല് ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു 50 ആളിന്റെ കൂലി കൊടുക്കും. അപ്പൊ സ്വഹാബികൾ ചോദിച്ചു, നബിയേ 50 മിൻഹും, ആ അവസാന കാലഘട്ടത്തിലെ അവരിൽപ്പെട്ട 50 ആളിന്റെ കൂലിയോ? ഖാല ലാ, അല്ല, 50 മിൻകും, നിങ്ങളിൽ 50 സ്വഹാബിന്റെ കൂലിയാണ് അന്ന് നിസ്കരിക്കുന്ന ഒരാൾക്ക്. 50 സ്വഹാബി നിസ്കരിച്ച കൂലി ഒരാൾക്ക്, 50 സ്വഹാബി നോമ്പെടുത്ത കൂലി ഒരു നോമ്പെടുക്കുന്നവന്. അങ്ങനത്തെ കൂലി അല്ലാഹു കൊടുക്കുന്നത് എന്തുകൊണ്ട് നബിയേ എന്ന് ചോദിച്ചപ്പോ, സ്വഹാബികളെ, നിങ്ങളുടെ കൂടെ നന്മ ചെയ്യാൻ ആളുകളുണ്ട്, നിങ്ങളുടെ കൂടെ നന്മയ്ക്ക് സഹായിക്കാൻ ആളുകളുണ്ട്. വാങ്ക് വിളിച്ചാൽ നിങ്ങൾ എല്ലാം ജമാഅത്തിനെത്തുന്നവരാണ്. എന്നാൽ ഇനിയൊരു കാലഘട്ടം വരും, നിസ്കരിക്കാൻ കൂടെ ഉള്ളവർ വരില്ല. ഒരാൾ ഒറ്റക്ക് പോയി നിസ്കരിക്കേണ്ടി വരും. നോമ്പെടുക്കാൻ ആളുകളില്ല കൂടെ, ഒറ്റക്ക് പോകേണ്ടി വരും. ഗേൾഫ്രണ്ട് ഇല്ലാത്തൊരു ബോയ് പോലുമില്ല, ഒറ്റക്ക് നടക്കുന്നവനായിരിക്കും അവര്. ബോയ് ഫ്രണ്ട് ഇല്ലാത്തൊരു ഗേളുമില്ല, ആ ഗേൾ ഒറ്റക്ക് നടക്കേണ്ടി വരും. 50 സ്വഹാബിയത്തിന്റെ കൂലി ആ പെണ്ണിന് അല്ലാഹു നൽകും, ആ പെൺകുട്ടിക്ക് അല്ലാഹു നൽകും. ആ ക്യാമ്പസിൽ ആ പെണ്ണ് ക്ഷമിച്ചു നടക്കേണ്ടി വരും. വജസാഹും ബിമാ സ്വബറൂ ജന്നതൻ വഹരീറാ. അല്ലാഹു തആല സിൽക്കും പട്ടും പവിഴങ്ങളും രത്നങ്ങളുമുള്ള സ്വർഗലോകം അവർക്ക് നൽകുന്നു. കാരണം പറഞ്ഞത് ബിമാ സ്വബറൂ, ക്ഷമിച്ചത് കാരണം. ക്ഷമ എളുപ്പമല്ല മുഅ്മിനേ.